ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ കുമ്മാട്ടി എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. സി.ആർ. രാജഗോപാലൻ കേരളത്തിൽ നിന്നുള്ള ഒരു ഫോക്ലോർ ഗവേഷകനും എഴുത്തുകാരനും അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്നു സി.ആർ. രാജഗോപാലൻ. നാടോടി കഥകളുടെയും ഗോത്ര സംസ്കാരത്തിന്റെയും നിരീക്ഷണത്തിനും സംരക്ഷണത്തിനുമായി പ്രവർത്തിച്ച അദ്ദേഹം പൈതൃകത്തെക്കുറിച്ചും നാടോടി കഥകളെക്കുറിച്ചുമുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കേരള ഫോക്ലോർ അക്കാദമിയുടെയും കേരള സംഗീത നാടക അക്കാദമിയുടെയും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാം കത്തിയെരിയുകയാണ്, അലയുന്നവർ, മുടിയേറ്റ്, നാടോടി നേരരങ്ങ്, ഫോക്ലോർ സിദ്ധാന്തങ്ങൾ, കാവേറ്റം, നാടൻ കലാപഠനങ്ങൾ, കറുത്ത മണികളുടെ കൊയ്ത്ത്, ഗോത്ര കലാവടിവുകൾ, ദേശസൗന്ദര്യബോധം, തണ്ണീർപ്പന്തൽ, ഞാറ്റുവേലയ്ക്ക് പൊട്ടുകുത്തണ്ട, കൃഷിഗീതയും ഭക്ഷ്യസുരക്ഷയും, പുഴയുടെ നാട്ടറിവുകൾ, അന്നവും സംസ്കാരവും, വരിക്കപ്ലാവിനു വേണ്ടി ഒരു വടക്കൻ പാട്ട്, ആട്ടക്കോലങ്ങൾ, കേരളീയ രംഗകലാചിത്രം, മണ്ണ് ലാവണ്യം പ്രതിരോധം, നാട്ടുനാവ്, മൊഴി മലയാളത്തിന്റെ കാതോരം, കണ്ണാടി നോക്കുമ്പോൾ, ഡയസ്പോറ ഏറുമാടങ്ങൾ, നാട്ടറിവ് 2000 ഇയേഴ്സ് ഓഫ് മലയാളി ഹെറിറ്റേജ് എന്നിവയാണ് നാട്ടറിവുകളും ഗോത്ര സംസ്കൃതിയും സംസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ പ്രധാന കൃതികൾ. ആശയം: കുമ്മാട്ടി എന്ന ദേശകലയെക്കുറിച്ചാണ് കുമ്മാട്ടി എന്ന പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. തൃശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങി അവതരിപ്പിക്കുന്ന നാടോടി കലയാണ്. ആദ്യകാലങ്ങളിൽ മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്ന കുമ്മാട്ടി ഇന്ന് എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന ദേശോത്സവമായി മാറിയിരിക്കുന്നു. കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും ആചാരസങ്കല്പമാണ് ഈ വിനോദകലയ്ക്കുള്ളത്. പൊയ്മുഖങ്ങൾ ഒരുക്കുക, ചായം കൊടുക്കുക, കുമ്മാട്ടിപ്പുല്ല് ശേഖരിക്കുക, വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക എന്നിവ ദേശകുമ്മാട്ടിയുടെ അണിയറ ഒരുക്കങ്ങളാണ്. ശരീരം മറയ്ക്കാനുള്ള പർപ്പടകപ്പുല്ല് തലേ ദിവസം ശേഖരിച്ചു വെച്ച് പ്രത്യേക രൂപത്തിൽ മെടഞ്ഞു വയ്ക്കുന്നു. പിറ്റേ ദിവസം രാവിലെ രഹസ്യമായൊരിടത്ത് വെച്ച് കുമ്മാട്ടി വേഷങ്ങൾ കെട്ടുന്നു. വേഷക്കാരെ തിരിച്ചറിയാത്ത രീതിയിലാണ് കുമ്മാട്ടിയുടെ വേഷവിധാനവും മുഖാവരണവുമെല്ലാം. ദേവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുന്നത്. വേഷം കെട്ടിക്കഴിഞ്ഞാൽ ആരാധനാലയങ്ങളിൽ പോയി നാളികേരമുടച്ചാണ് കളി ആരംഭിക്കുന്നത്. ഓരോ സംഘത്തിലും 5-6 കുമ്മാട്ടിക്കാരും സംഘനേതാവായി തള്ളയും ഉണ്ടാവും. ഒപ്പം പാട്ടുകാരും വില്ലുകൊട്ടുകാരും ഉണ്ടാവും. തിത്തോ തിമൃതോ തീയത്തോ എന്ന കുമ്മാട്ടി വായ്ത്താരിക്കൊത്ത് ചുവട് വയ്ക്കാൻ പ്രത്യേക പരിശീലനം ആവശ്യമാണ്. വിശകലനം: മഹത്തായ ഒരു കാർഷിക പാരമ്പര്യമുള്ള നാടാണ് നമ്മുടേത്. ഓരോ വിളവെടുപ്പ് കാലവും ഒരാഘോഷമായാണ് കേരള ജനത കണ്ടിരുന്നത്. അതുകൊണ്ടുതന്നെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി ആചാരാനുഷ്ഠാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലൊന്നാണ് കുമ്മാട്ടി. തൃശൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും വിളവെടുപ്പിന്റെ ആഘോഷമായി നടത്തിവരുന്ന ദേശകുമ്മാട്ടിയെക്കുറിച്ചാണ് കുമ്മാട്ടി എന്ന പാഠഭാഗത്ത് വിവരിക്കുന്നത്. കുമ്മാട്ടി എന്തെന്നറിയാത്ത ഏതൊരാൾക്കും അത് വ്യക്തമാക്കി കൊടുക്കുന്ന രീതിയിലാണ് സി.ആർ. രാജഗോപാലൻ കുമ്മാട്ടിയെക്കുറിച്ച് വിവരിക്കുന്നത്. എന്താണ് കുമ്മാട്ടി? അതിന്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? വേഷവിധാനം എങ്ങനെയാണ്? തുടങ്ങി കുമ്മാട്ടിയെക്കുറിച്ച് വിശദമായി എന്നാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നുണ്ട് എഴുത്തുകാരൻ. മനകളിലും തറവാടുകളിലും നായന്മാർ കൊണ്ടാടിപ്പോന്നിരുന്ന കുമ്മാട്ടി ഇന്ന് ഒരു സമൂഹം തന്നെ ജാതിഭേദമന്യേ ആഘോഷമാക്കി മാറ്റുന്നതിനെക്കുറിച്ചും പറയുന്നു. കാലാനുസൃതമായി പല ആചാരാനുഷ്ഠാനങ്ങളും ജനകീയമായി മാറിയതിന്റെ ഒരു സൂചനയാണ് ഇത്. ഓരോ ദേശങ്ങളിലും ഇതുപോലത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ഇന്നും കാണാവുന്നതാണ്. വേഷം കെട്ടുന്ന ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയെ മാനിക്കുന്നു എന്നത് കുമ്മാട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. അതിനായി മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു. കാലിലും കൈയിലും 3 കെട്ട്, മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്ന രീതിയിൽ കെട്ടുന്നു. വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ട് കെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വയ്ക്കുന്നു. ഇത്തരമൊരു വേഷവിധാനത്തിലൂടെ വേഷം കെട്ടുന്ന വ്യക്തികളുടെ ശരീരഘടനയോ മുഖമോ മറ്റുള്ളവർക്ക് കണ്ട് ആളെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. ഔഷധഗുണമുള്ള പർപ്പടകപ്പുല്ലാണ് ഇവർ വേഷം കെട്ടാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടുതന്നെ കുമ്മാട്ടി പ്രകൃതിയോടിണങ്ങിയ ഒരു അനുഷ്ഠാനമാണെന്നു പറയാം. ക്ഷേത്രങ്ങളിൽ നാളികേരമുടച്ച് ദേവപ്രീതി നേടിയ ശേഷമാണ് കുമ്മാട്ടി വീടുകൾ തോറും സന്ദർശനം നടത്തുന്നത്. ജാതിഭേദമന്യേ ജനങ്ങൾ ഒരുമിക്കുന്ന ഇത്തരം അനുഷ്ഠാനങ്ങൾ ആ ദേശത്തെ ജനങ്ങളെ പരസ്പരം ചേർത്തു നിർത്തുന്നതിനോടൊപ്പം ഓരോ ദേശത്തിന്റെ സംസ്കാരവും തനിമയും വിളിച്ചോതുന്നവ കൂടിയാണ്.
കുമ്മാട്ടി എന്ന കലാരൂപത്തെ വളരെ സൂക്ഷ്മമായി പഠിച്ചു വിവരിക്കാൻ രചയിതാവിന് സാധിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.